ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർപ്പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി ആണെങ്കിൽ അച്ചമ്മയുടെ വീട്ടിലേക്ക് തിരികെ കൊണ്ട് ആക്കുകയാണ്. അതേ സമയത്താണെങ്കിൽ സുധി ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര ഇരുന്നിട്ട് വലിയ സന്തോഷത്തിലാണ്. എന്തായാലും ആ ഗോൾഡിനെ കുറിച്ചൊന്നും ആരും ഒന്നും അറിഞ്ഞില്ലല്ലോ എന്നൊരു സന്തോഷത്തിലിരിക്കുമ്പോൾ സുധി അരികിലേക്ക് വന്ന് അമ്മയ്ക്ക് അരികിൽ ഇരിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എടാ അവള് കണ്ടില്ലേ, ഉള്ള ഓർണമെന്റ്സ് മുഴുവൻ ഇട്ട് വന്നിട്ട് എനിക്ക് ചിരിയാണ് വന്നത് അത് കണ്ടപ്പോളായിട്ട്. അവർക്ക് ഇതുവരെയും പൊട്ടന്മാർ ഇതുവരെ മനസ്സിലാക്കിയില്ല അത് കവറിങ് ആണെന്നുള്ള കാര്യം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വലിയ സന്തോഷത്തിൽ അമ്മയും മകനും പൊട്ടിച്ചിരിക്കുകയാണ്. അതിനുശേഷമാണെങ്കിലാണ് നമ്മുടെ സച്ചി അവിടേക്ക് വരുന്നത്. പിറ്റേ ദിവസം രാവിലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതേ സമയത്താണെങ്കിൽ അവിടെ നമ്മുടെ സുധിയും അതുപോലെ ശ്രുതിയും കൂടിയിട്ട് ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കുകയാണ്. ശ്രുതി പറയുന്നുണ്ട്, പെട്ടെന്ന് നേരം വൈകിയില്ലേ, വേഗം ഇറങ്ങണം എന്ന് പറയുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി, നീ എവിടേക്കാണ്, ഷോപ്പിലേക്കാണോ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല എനിക്കിന്ന് ബ്യൂട്ടി പാർലറിൽ പോകണം, അവിടെ ഒരു അത്യാവശ്യമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ ശരി, എന്നാ നീ അതിനുശേഷം നീ വന്നാൽ മതി എന്നും പറഞ്ഞ് തിരക്കിട്ട് അവർ സംസാരിച്ച് അങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് സച്ചി കാർ അവിടെ നിർത്തിയിട്ട് വളരെ ദേഷ്യത്തോടു കൂടി വരുന്നതും അങ്ങനെ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, നീ എവിടേക്കാ പോകുന്നത്, ഷോപ്പിലേക്കാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയം നീ ഇപ്പം പോകണ്ട, തൽക്കാലം എനിക്ക് കുറച്ച് കാര്യങ്ങൾ അവിടെ പറയാനുണ്ട് എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നിനക്ക് പറയാനുള്ള കാര്യങ്ങൾക്ക് ഞങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തിയിട്ടാണോ നിനക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതെന്നും ചോദിച്ച് ശ്രുതി ഒരു ഉടക്കൊക്കെ അതിൻ്റെ ഇടയിൽ വെക്കുമ്പോൾ ശ്രുതിയുടെ കൈയും പിടിച്ച് സച്ചി നേരെ എല്ലാവരും മുന്നിലേക്ക്, അതായത് ആ ഹാളിലേക്ക് വരികയാണ്. നീ ഇവിടെ നിൽക്ക്, ഞാൻ പറഞ്ഞിട്ട് പോയാൽ മതി എന്നും പറഞ്ഞിട്ട് അവിടെ ആ വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ചു വരുത്തുകയാണ്. അച്ഛനെയും അതുപോലെ ശ്രീകാന്തിനെയും വർഷയെയും എല്ലാവരെയും വിളിച്ച് അങ്ങോട്ട് വരുത്തുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അവിടേക്ക് വരുമ്പോൾ എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വർഷയ്ക്ക് ഇതുപോലെ തന്നെ നേരം വൈകിട്ടാണ് നിൽക്കുന്നത്. വർഷയോട് പറയുന്നുണ്ട്, ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് സംസാരിക്കാനായിട്ട്, അത് കഴിഞ്ഞിട്ട് പോയാൽ മതി വർഷ, നീ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ വർഷ അങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ സച്ചി രേവതിയോട് പറയുന്നുണ്ട്, രേവതി അതിങ്ങ് എടുത്തുകൊണ്ട് വാ എന്ന് പറയുമ്പോൾ ആ ഓർണമെന്റ്സിന്റെ ആ ബോക്സ് അങ്ങോട്ട് എടുത്തുകൊണ്ട് വരികയാണ്. എന്നിട്ട് ആ ബോക്സ് തുറന്നിട്ട് അവിടെയുള്ള ഒരു ടേബിളിൽ അതിങ്ങനെ ചെരിയുകയാണ്. അച്ഛൻ്റെ മുന്നിലാണ് അത് ചെരിയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, എടാ ഇത് അവളുടെ ഓർണമെന്റ്സ് അല്ലേ, നീ എന്തിനാ ഇത് ഇവിടെ കൊണ്ടുവന്നിടുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അച്ഛാ ഇത് ഗോൾഡ് അല്ല, ഇത് കവറിങ് ആണ് എന്ന് പറയുന്നുണ്ട്. നീ എന്താടാ ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് നമ്മുടെ രവീന്ദ്രൻ. അപ്പം പറയുന്നുണ്ട്, അതെ അച്ഛാ, ഇത് ഞങ്ങൾ ആവശ്യപ്പെട്ടത് വേറൊന്നിനുമല്ല, അച്ചമ്മയുടെ പിറന്നാളായിരുന്നല്ലോ, അപ്പൊ അച്ചമ്മയ്ക്ക് ഒരു ചെയിൻ മേടിക്കാൻ വേണ്ടി സമ്മാനമായി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് ആവശ്യപ്പെട്ടത്, അല്ലാതെ എനിക്കിത് അണിഞ്ഞു നടക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾക്കിത് ഉപയോഗിക്കാനൊന്നും വേണ്ടി ചോദിച്ചതല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ശരി, എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു എന്നിങ്ങനെ നമ്മുടെ രവീന്ദ്രനും പറയുകയാണ്. അല്ലടാ ഇതെങ്ങനെ കവറിങ് ആയത്, നിന്നോട് ആരാ ഇത് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, ഇതൊക്കെ കൊണ്ട് ഞങ്ങൾ ജ്വല്ലറിയിലേക്ക് പോയപ്പോൾ അവിടെ ചെന്ന് വിൽക്കാൻ നോക്കിയപ്പോഴും അവിടെയുള്ള ആൾക്കാരെല്ലാം ചേർന്ന് ഞങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. ഇത് കവറിങ് ആണ്. അവർ നല്ലോണം ഉരച്ചു നോക്കി, അപ്പോഴും അവർ പറഞ്ഞത് ഇത് കവറിങ് ആണെന്നാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എല്ലാവരും ഒന്ന് ഞെട്ടുകയാണ് കേട്ടോ. നമ്മുടെ ചന്ദ്രയും സുധിയും മാത്രം അതിൽ ഒരു അനക്കവും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, പേടിച്ച് നിൽക്കുകയാണ്. ബാക്കി എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അല്ലടാ നീ എന്നിട്ട് ഇപ്പോഴാണോ ഇത് പറയുന്നത്, ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ദിവസം 2 ദിവസമൊക്കെ കഴിഞ്ഞില്ല, എന്നിട്ട് എന്താ അപ്പം തന്നെ നീ ഇത് പറയാഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് രേവതി പറയുന്നത്, ഞാനാണ് അച്ഛാ പറയണ്ട എന്ന് പറഞ്ഞത്, കാരണം ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ ഇവിടെ പ്രശ്നമാകും. അപ്പം അച്ഛമ്മയെ സന്തോഷത്തോടു കൂടി അച്ചമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാനും പറ്റില്ല, അച്ചമ്മയ്ക്ക് അത് വിഷമാവുകയും ചെയ്യും, അതുകൊണ്ടാണ് ഞാനത് പറയണ്ട എന്ന് സച്ചിയേട്ടനോട് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ശരി, അങ്ങനെ ആയിരുന്നോ? അപ്പോൾ അച്ഛ, ഞാൻ ഇതുവരെയും എത്തിച്ചു, എൻ്റെ മനസ്സിൽ 2 ദിവസമായിട്ട് ഞാൻ ഇതിങ്ങനെ കൊണ്ട് നടക്കുകയായിരുന്നു. ഇതെങ്ങനെ കവറിങ് ആയത് എന്നുള്ള കാര്യം അച്ഛൻ തന്നെ കണ്ടുപിടിക്കണം. അച്ഛനല്ലേ ഈ വീടിന്റെ ഗൃഹനാഥൻ, അതുകൊണ്ട് കണ്ടുപിടിച്ച് എനിക്ക് തരണം. തന്നെയല്ല, ഞാൻ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ ആരെയും തല്ലാനോ കയ്യേറ്റം ചെയ്യാനോ ഒന്നിനും ഞാൻ നിന്നിട്ടില്ല. അങ്ങനെയാണല്ലോ എന്നോട് അച്ഛൻ എന്നെ അങ്ങനെയല്ലേ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയണമെന്ന്
നമ്മുടെ സച്ചി രവീന്ദ്രനോട് പറയുകയാണ്. അപ്പോൾ രവീന്ദ്രൻ നേരെ ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്ര ഇതിന്റെ കർത്തം എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, അത് ശരി, ഞാനും ഇപ്പോഴാണ് ഇത് കേൾക്കുന്നത്, ഇതെങ്ങനെ കവറിങ് ആയി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എങ്ങനെ കവറിങ് ആയിരുന്നോ, നിങ്ങളല്ലേ എനിക്ക് തന്നത്, അപ്പൊ പിന്നെ ആ കൈയോട് കൂടിയിട്ട് ആ സ്വർണം ഞങ്ങൾ ജ്വല്ലറിയിലേക്ക് കൊണ്ടുപോയപ്പോഴല്ലേ ഇത് കവറിങ് ആണെന്ന് അറിഞ്ഞത്. അപ്പൊ രവീന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ഇത് കൊടുക്കുമ്പോൾ ഇത് ഗോൾഡ് തന്നെയല്ലേ ആയിരുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആർക്കറിയാം ഇത് ഗോൾഡ് ആയിരുന്നു എന്ന്. തന്നെയല്ല, ഇവളല്ലേ അത്രയും നാളും ഇത് ഉപയോഗിച്ചിരുന്നത്, ഇവളുടെ ദേഹത്തല്ലേ ഇത് മുഴുവൻ ഇട്ടിരുന്നത്. ഇവളാണെങ്കിലേ ഇടയ്ക്കിടയ്ക്ക് അവളെ വീട്ടിലേക്ക് പോവുകയും വരികയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് അവളുടെ വീട്ടിലെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ, ദരിദ്രരായ കുടുംബമല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടായപ്പോൾ അവൾ ഓരോന്ന് ഊരി കൊടുത്തിട്ട് പകരം കവറിങ് ധരിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ രേവതി ഒന്ന് ചൂടാവുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, അനാവശ്യ കാര്യങ്ങൾ അമ്മ ഇതിൽ പറയരുതിട്ടാ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ പിന്നെ നീ വലിയ പുണ്യവതി ആവണ്ട, നിന്റെ ആങ്ങളെയല്ലേടി കള്ളക്കേസിലൊക്കെ പെട്ടിട്ട് ഇതില് മോഷണത്തിലൊക്കെ പെട്ടിട്ട് അവനല്ലടി ജയിലിലൊക്കെ കിടന്നിരുന്നത്, അവൻ എങ്ങനത്തെ ഉള്ളവരാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാടി, പിന്നെ നീ വലിയ ചമയാൻ നിൽക്കണ്ടടി എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അങ്ങനെ രേവതി അവിടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തുകയാണ്. അപ്പോഴും നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഈ പറയുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇവളും പറയുന്നുണ്ട്, വർഷയും പറയുന്നുണ്ട്, അങ്ങനെ റോൾഡ് ഗോൾഡ് ആയിരുന്നു ഇതെങ്കിൽ അതും കൊണ്ട് ഇവരെന്തായാലും ജ്വല്ലറിയിലേക്ക് നാണം കെടാൻ വേണ്ടി പോകില്ലല്ലോ അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത് എന്ന് വർഷ ചോദിക്കുന്നുണ്ട്. അപ്പോ ചന്ദ്രൻ നേരെ പറയുന്നത്, അതെ രവീന്ദ്രൻ പറയുന്നത് എന്റെ അമ്മ എനിക്ക് തന്നതാണ്, അമ്മ വാങ്ങി തന്നതാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്നാ നിങ്ങളുടെ അമ്മയായിരിക്കും ഇവർക്ക് എന്നാ റോൾഡ് ഗോൾഡ് കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ അച്ഛമ്മയുടെ തലയിലായോ തെറ്റു മുഴുവനും? ആദ്യം അമ്മ പറഞ്ഞത് രേവതിയുടെ വീട്ടുകാരെടുത്തെന്നാണ്, ഇപ്പൊ അച്ഛമ്മയ്ക്കായോ കുറ്റം എന്ന് വർഷ വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയാണ്, അല്ലാതെ ഇപ്പൊ ഞാൻ എന്ത് പറയണേ, ഇവര് തന്നു, അതുപോലെ തന്നെ ഞാൻ ആ ഷെൽഫിൽ സൂക്ഷിച്ചു, എന്നിട്ട് ഇവര് ചോദിച്ചപ്പോൾ ഞാൻ അത് അങ്ങ് എടുത്തു കൊടുത്തു, അല്ലാതെ ഇതിന്റെ ഇടയിൽ എന്ത് തീരുമാനം നടന്നത് എനിക്കെങ്ങനെ അറിയാം, എന്താ എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര ആകെ ചൂടായി നിൽക്കുന്നുണ്ട്. അപ്പൊ വർഷ പറയാണ്, അച്ഛാ ഇതെന്തായാലും അങ്കിളെ ഇതെന്തായാലും വെറുതെ വിടാൻ പാടില്ല, എന്തായാലും പോലീസിൽ വിവരം അറിയിക്കണം, ഇതിന്റെ സത്യാവസ്ഥ എന്താണ്, ഇത് ആരാണ് ഇങ്ങനെ മാറ്റിയെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയണ്ടേ അങ്കിളെ എന്ന് പറയുമ്പോൾ നേരെ സുധി പറയുന്നുണ്ട്, അയ്യോ പോലീസോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്താ പോലീസിൽ അറിയിച്ചാൽ എന്ന് ചോദിക്കുമ്പോൾ, അല്ല അറിയിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മുടെ കുടുംബത്തുള്ള കാര്യങ്ങളൊക്കെ പോലീസിൽ അറിയിച്ചു കഴിഞ്ഞാൽ പുറത്തുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു നാണക്കേടല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അത് ശരിയാണെന്ന് ചന്ദ്രയും പറയുന്നുണ്ട്. അപ്പൊ രവീന്ദ്രൻ പറയുന്നത്, അത് ശരിയാണ്, നമ്മുടെ വീട്ടിലെ വീട്ടിൽ തന്നെ ഒതുങ്ങും, അത് പോലീസിലൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാവും എന്നൊക്കെ രവീന്ദ്രൻ പറഞ്ഞിട്ട് അങ്ങനെ പോലീസിൽ ഏൽപ്പിക്കുന്നില്ല, അല്ല കംപ്ലൈന്റ് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അതെ എന്തായാലും ആരും പേടിക്കണ്ട, ഇതിന്റെ പിന്നിൽ ആരാണ്, ഇതെന്താണ്, ഇതെങ്ങനെയാണ് ഈ സ്വർണം ഇങ്ങനെ കവറിങ് ആയത് എന്നുള്ള സത്യം ഞാൻ എന്തായാലും പുറത്തു കൊണ്ടുവരും, എല്ലാവരും അത് കാത്തിരുന്ന് കണ്ടോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തിരിക്കുകയാണ്. എന്തായാലും അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്, കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.